ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റാഗി വെച്ചിട്ട് ഒരു നല്ല അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പഞ്ഞി പോലെയുള്ള ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റാഗി കൊണ്ടുള്ള അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ ഈ റാഗിപ്പൊടി അല്ലെങ്കിൽ പുല്ലുപൊടി അല്ലെങ്കിൽ കോറ എന്നൊക്കെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് 240 ml കപ്പാണിത്. അത് 2 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഒന്നിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പ് റാഗിപ്പൊടിക്ക് ടോട്ടൽ 2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ റാഗിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റാഗിപ്പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുതിർത്തിയിട്ടുള്ള റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറിന് പകരമായിട്ട് അവൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ മാവ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ നമുക്ക് ഇത് വീറാനായിട്ട് ഈ മാവ് പൊന്തി വരാനായിട്ട് വെക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാവ് പൊന്തി വരുന്ന ടൈമിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് പൊന്തി വരും. അപ്പോൾ നമ്മുടെ മാവ് പൊന്തി വരുന്നത് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് വീറി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 3 മണിക്കൂറാണ് ഇത് പൊന്തി വരാനായിട്ട് എടുത്തത്. നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാവ് പൊന്തി വരുന്നുണ്ടോയെന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് തന്നെ മാവ് ഇവിടെ വീറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അപ്പം ചുടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ അപ്പത്തിന് നിറയെ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് അപ്പം നന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോഴാണ് അപ്പത്തിൻ്റെ എല്ലാ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം.
ഇപ്പം നമ്മുടെ റാഗി കൊണ്ടുള്ള സോഫ്റ്റായിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റാഗിപ്പൊടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ അപ്പം നല്ല ഇഷ്ടമാവും. അത്രയും നല്ല ടേസ്റ്റാണ്. നല്ല പഞ്ഞി പോലെയുള്ള ഒരു സോഫ്റ്റായിട്ടുള്ള അപ്പമാണിത്. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുമുള്ള ഈ റാഗി അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും Thank you.